നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ വാതാപി ഗണപതിമിൻ്റെ അനുപല്ലവി പഠിച്ചിരുന്നു. അപ്പോൾ ഇനി ശരണം കൂടെ നമുക്ക് നോക്കാം. ശരണത്തിൻ്റെ ഫസ്റ്റ് സാഹിത്യം, ഫസ്റ്റ് ലൈൻ: പുരാകുംഭ സംഭവ മുനിവര പ്രപൂജിതം ത്രികോണം മധ്യഗതം എന്നാണ്. അപ്പോൾ അതിൻ്റെ സ്വരം ഗ ഗ രീ രി. ദിസ് ഇസ് ഗ ഗ. ഫസ്റ്റ് ഗ സിംഗിൾ, സെക്കൻഡ് ഗ ടു. ഗ ഗ രീ രി. രീ ടു, ഫസ്റ്റ് രീ ടു, സെക്കൻഡ് രീ വൺ. അപ്പോൾ ഗപഗരി. നിപ്പ എന്നുള്ളത് സസപ്പ എന്ന് വായിക്കണം. സസ ജണ്ട. സസപരി സഗരി ഗരി ഗഗരി എന്ന് വായിക്കണം. ഒന്നുകൂടെ പ്രപൂജിതം ഗപ്പ പാച്ചു ഗപ്പ ഗഗരി ഗപ്പ ഗഗരി രി സ രി ഗസരി. ഇവിടെ ഗഗരി രി സ സ ഗരി ഗഗരി ഗപ്പ ഗഗരി ഗപ്പ പ്രപൂ ഗപ്പ ഗഗരി ത്രികോണ രി സ രി ഗസരി. നെക്സ്റ്റ് ലൈൻ നി രി രി നി രി 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 സിക്സ് രി രണ്ട് റിയാണ്. രി രി ഫസ്റ്റ് രി സിക്സ്, സെക്കൻഡ് രി ടു. ഗപഗരി സ ഗപഗരി സ സസപ ഗപഗരി. ഇവിടെ മുരാരി പ്രമുഖദ്യുപാസിതം. മുരാരി എന്നുള്ള ലൈനില് നിരീരി എന്നാണെങ്കിലും സസനി സസനി രി. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കണേ. അത് ഫസ്റ്റ് രി സിക്സും സെക്കൻഡ് രി ഫോറും ആണ്. നീ 1 2 3 4 5 6, സെക്കൻഡ് രി രി 4 അങ്ങനെ. ഗപഗരി സ ഗഗരി സ സസപ സസപ സനിപ്പ എന്നാണ്, പക്ഷെ സസപ എന്ന് പറയും. ഗപഗരി മൂലാധാര ക്ഷേത്ര ഗപ്പയ ഗരി രി സസ. അത് ഗപ്പയ ഗ. ആ ഗ വരുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പായാണ്. പായുടെ സഹായത്തോടുള്ള ഗ. ഗരി ക്ഷേത്ര രീസ. ഈ ഒരു ഗ്ലൈഡ് ഉണ്ട്. സ്ഥിതം. അത് ദിഗരിസ, നേരത്തെ പഠിച്ച പാഠത്തിൽ നിന്ന് പോലെ തന്നെ.
പരാതി ചത്വരി പസാസരി ഗരി പഗനി പ അവിടെ തന്നെ വായിക്കാം. നീയും അവിടെ തന്നെ പഗ നീ പ ഇവിടെ പ്രണവ സ്വരൂപ വക്രതുണ്ടം. നെക്സ്റ്റ് ലൈൻ ഫസ്റ്റ് പനിനിഗ പ സനി പ പനിനിഗ പ പരിസ അപ്പോൾ അതാണ് പ്രണവസ്വരൂപ വക്രതുണ്ടം എന്നുള്ള ലൈനാണ്. പ്രണവസ്വരൂപ വക്രതുണ്ടം, അതിൽ വക്രതുണ്ടം എന്നുള്ള പോർഷൻ പറ്റി ദിസസ എന്ന് പറയും. അവിടെ അടിച്ചു വായിക്കണം. നിരന്തരം നിരിഗബഗരി നിരിഗബഗരി സസടി സനി പപ സസടി സനി പ ഒരു വേർഡ്. സനി പ നെക്സ്റ്റ് പ അടുത്ത പോയില് സരി സനി പാപ്പ പനി സഗരി പനി സരി 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 സനി പ പഗരി രിഗരി സരി സരി ഗരി സ സെയിം തന്നെ. നിരിഗബഗരി സസടി സനി പപ പനി സഗരി പനി സരിരി എന്ന് വായിച്ചാൽ മതി. സരി 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 സനിപ്പ എന്നാണെങ്കിൽ ഗായുടെ വെല്ല് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിട്ട് സൗണ്ട് ചെയ്യും. ഗായുടെ വെല്ല് എന്ന് വെച്ചാൽ ഗാഡ് അത്രയും കയറി വരണ്ട, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വിട്ടാൽ മതി. അത് മുഴച്ചു നിൽക്കരുത്, വളരെ ലൈറ്റായിട്ട്. മകരവി നൃത്തേഷുദണ്ഡോ ഗഗട്ടി സസബ നിസരീരി. അത് ഗഗട്ടി സസാസ ജണ്ട ജണ്ട പാനീസ പാനീസ എന്നുള്ളതിന് പാസസ എന്ന് പറയും. പാസരീരി സസാനി പാ ഗ്ലൈഡ് പാസരീരി പഗ പഗ സനി പ പഗ പഗ സസ പ സനി ഗരി സദ സനി ഗരി പല പോയി. ഗഗട്ടി സസബ നിസരീരി പഗ പഗ സനി പ സനി ഗരി സസ പഗാരി സരി സനി പാനി സരിട്ടി സത് സത് സനി പഗനി പഗരി സ ഗഗട്ടി സസബാനി സരിരി പഗ പഗ സനി പ സനി ഗരി സ
അതങ്ങനെ വായിച്ചങ്ങ് പോവാം, അല്ലെങ്കിൽ ഒരു സംഗതിയോടെ വായിക്കാം. ബീജാപൂരം എന്നൊരു സാധനോടെ വരെ വായിച്ചാൽ നല്ലതായിരിക്കും. ഗരീനി പഗരി ധനി പനിരി ഗരീനി ഗരീനി പഗരി ഗരീനി പഗരി പനി സരീരി പഗ പഗ സനി പ സനി ഗരി സ സ പഗ പഗ സനി പ സനി ഗരി സ സ പഗരി സരി സനി പാനി സരീരി ഹരാതി ഗുരുഗതോഷിത ബിംബം ഹംസധ്വനി ഭൂ സത് സത് സനി പ ശ്രീധേരംബം. അപ്പോൾ അതാണ്. അപ്പോൾ ആ സംഗതി കൊണ്ട് വായിക്കാം. ലാസ്റ്റ് വായിച്ചത് അത് രണ്ടാമത്തെ സംഗതിയായിട്ട് വായിച്ചാൽ നന്നായിരിക്കും. ഗരീനി പഗരി പാനി സരീരി പഗ പഗ സനി പ സനി ഗരി സ സ പഗരി സരി സനി പാനി സരീരി സത് സത് സനി പ പഗനി പഗരി സരി ഗവണി ധരി ഗ പഗരി ധനി പ. പിന്നെ പല്ലവി. അപ്പോൾ എല്ലാവർക്കും അത്യാവശ്യം ഈ കൃതി ഒന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ പതുക്കെ പതുക്കെ സ്ലോലി പഠിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഈ വീഡിയോ ആണെങ്കിലും ഒന്ന് സ്ലോയിലിട്ട് കണ്ട് ഒന്ന് ശ്രമിച്ചു നോക്കുക. അപ്പോൾ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്ക് വേറെ പ്രശ്നം വെച്ചാൽ സംഗതികൾ ഓരോ സ്കൂളുകളിലും അല്ലെങ്കിൽ ഓരോ ഗുരുനാഥന്മാർ പഠിപ്പിക്കുന്ന വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്രെയിം നിങ്ങൾക്ക് മനസ്സിലാക്കുക. മറ്റു നല്ല സംഗതികൾ വേറെയും പഠിക്കുന്നുണ്ടെങ്കിൽ അതും ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ രീതിയിൽ സ്വന്തമായിട്ടൊരു ശൈലി ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ പല പല നല്ല ഗുരുനാഥന്മാരിൽ നിന്ന് എടുക്കുന്ന അവർ വായിച്ചിട്ടുള്ളതായി കേട്ടിട്ടുള്ളതായി നമ്മൾ മാസ്റ്റേഴ്സിൽ നിന്നൊക്കെ കേൾക്കുന്ന സംഗതീസ്, അവർ പ്രയോഗിക്കുന്ന സംഗതീസ്, അതിൻ്റെ ശൈലികളെല്ലാം മനസ്സിലാക്കി സ്വന്തമായിട്ടുള്ള സ്വതസിദ്ധമായിട്ടുള്ള ശൈലി രൂപപ്പെടുത്തിയെടുക്കാൻ എല്ലാവരും ശ്രമിക്കുന്നതാണ് ഉത്തമം. അതുപോലെ ലാൽഗുഡി ജി ജയരാമൻ സാറ്, നമ്മുടെ വയലിൻ ത്രയം എന്നറിയപ്പെടുന്ന ലാൽഗുഡി ജി ജയരാമൻ സാറ്, MS ഗോപാലകൃഷ്ണൻ സാറ്, അതുപോലെ TN കൃഷ്ണൻ സാർ, ഇവർ വായിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മുടെ വയലിൻ സംഗീതത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അവർ ഇപ്പോൾ സഞ്ചരിക്കാത്ത വഴികളില്ല ഈ വയലിൻ സംഗീതത്തിൽ. ഓരോ പ്രയോഗങ്ങളും അവർ 3 പേർക്കും 3 പേരുടേതായ ചില സവിശേഷതകളുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ അവർ വായിച്ച ശൈലികൾ TN കൃഷ്ണൻ സാറായാലും MSc സാറായാലും വായിച്ച, അല്ലെങ്കിൽ ലാൽഗുഡി ജയരാമൻ സാർ വായിച്ചത്, അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന സംഗതികൾ, ഒരുപാട് നല്ല നല്ല പ്ലേയിങ് സ്റ്റൈൽസ് അവരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അവരുടെ ഓഡിയോസും വീഡിയോസും ഒക്കെ കണ്ട് അതിൽ നിന്നെല്ലാം നമുക്ക് ഉൾക്കൊണ്ട് പഠിക്കാൻ സാധിക്കണം. അപ്പോൾ അങ്ങനെയുള്ള മാസ്റ്റേഴ്സിൻ്റെ കേൾക്കുന്നത് തന്നെയാണ് മാക്സിമം നമ്മൾ കേൾക്കുമ്പോൾ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വയലിൻ്റെ ശൈലികളെക്കുറിച്ച്. ഈ 3 പേരുടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് വയലിന് നമുക്ക് ചെയ്യാൻ സാധിക്കും. 3 ശൈലികളാണ്. അതിൽ നിങ്ങൾക്ക് 3-ൽ നിന്നും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത്, നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കുന്നത് നിങ്ങൾ അതിൽ നിന്ന് എടുക്കുക, അത് ശ്രമിച്ച് നോക്കുക. അപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, എന്നിരുന്നാൽ പോലും അത് കേട്ട് അതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വോക്കൽ മ്യൂസിക് കേൾക്കണം, അത് വളരെ പ്രധാനമാണ്. കാരണം വോക്കൽ അറിയാതെ വയലിൻ വായിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു കൃതി നമ്മൾ റെൻഡർ ചെയ്യേണ്ടതെന്നുള്ള ഐഡിയ നമുക്ക് കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടും ആ കൃതി പാടാൻ സാധിക്കണം. നമുക്ക് ഭയങ്കര ഹൈഫൈ രീതിയിൽ അല്ലെങ്കിൽ ഭയങ്കര
പെർഫെക്ഷനോടുകൂടി പാടാൻ സാധിച്ചില്ലെങ്കിലും നമുക്ക് അതിൻ്റെ ആ ഒരു എസൻസിനെ മനസ്സിലാക്കാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ എല്ലാവരും ഒന്ന് അതിൻ്റെ വോക്കൽസ് നല്ല നല്ല മാസ്റ്റേഴ്സിൻ്റെ കേട്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ തുടർന്ന് നമുക്ക് കൃതികളുടെ നൊട്ടേഷൻസ് പാടി ഷെയർ ചെയ്യുന്നതാണ്. ഞാൻ നൊട്ടേഷൻസ് എല്ലാവരും ചോദിക്കുന്നു, നൊട്ടേഷൻസ് എഴുതി വെക്കണം എന്നൊക്കെ, അല്ലെങ്കിൽ എഴുതി കാണിക്കുന്നത് നല്ലതായിരിക്കും എന്നൊക്കെ. പക്ഷേ നൊട്ടേഷൻ്റെ വഴിയിലൂടെ മാത്രമല്ല നമ്മൾ സഞ്ചരിക്കുക. നൊട്ടേഷൻ മാത്രം കൊണ്ട് ഒരിക്കലും നമുക്കൊരു കൃതിയെ മനസ്സിലാക്കാൻ സാധിക്കില്ല. അതിൻ്റെ സാഹിത്യത്തിൻ്റെ ഭംഗി മനസ്സിലാക്കി അതിനൊപ്പം തന്നെ പല പല അനുസ്വര പ്രയോഗങ്ങളും എല്ലാം ഇതിനകത്ത് വരും. അപ്പോൾ വെറുതെ ഒരു സ്വരം എഴുതി വെച്ചാൽ അതൊരു ഫ്രെയിം മാത്രമായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ടാണ് സ്വരം എഴുതി വെക്കാത്തത്. സ്വരം കൊണ്ട് മാത്രം നിങ്ങൾക്ക് വായിക്കാനും സാധിക്കില്ല. പ്ലേയിങ്ങിൻ്റെ സ്റ്റൈലാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. സ്വരം ഇഷ്ടം പോലെ നമുക്ക് നെറ്റിൽ നിന്നാണെങ്കിലും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഏത് കൃതിയുടെ ആണെങ്കിലും ഇപ്പോൾ നൊട്ടേഷൻസ് അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ നോക്കാൻ സാധിക്കും. പക്ഷേ ആ പ്ലേയിങ്ങിൽ വരുന്ന സ്റ്റൈൽസ്, ഗമകങ്ങൾ പ്രയോഗിക്കുന്ന രീതികളൊന്നും നമുക്ക് കൃത്യമായിട്ട് ഒരിക്കലും നമുക്ക് രേഖപ്പെടുത്താൻ സാധിക്കില്ല. പ്രത്യേകിച്ച് കർണാട്ടിക് മ്യൂസിക്കിൽ നമുക്ക് നൊട്ടേഷൻ എഴുതിയാൽ ഓരോ നോട്ട്സും നമ്മൾ അവതരിപ്പിക്കുന്ന രീതികൾ വ്യത്യസ്തമാണ്. ഇപ്പോൾ റീ തന്നെ നമ്മൾ ഹംസത്തിനി വായിക്കുന്ന രീ അല്ല മറ്റൊരു രാഗത്തിൽ വായിക്കുന്ന രീതി. ഇപ്പോൾ ഖരഹരപ്രിയയിലെ രീ ഹംസത്തിൻ്റെ രീതി സെയിം തന്നെയാണ്, ചതുശ്രുതി ഋഷഭം തന്നെയാണ്. പക്ഷേ അതിൻ്റെ ആപ്ലിക്കേഷൻ വ്യത്യസ്തമാണ്. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ വയലിൻ കൈകൾ എങ്ങനെ അതിൽ മൂവ് ചെയ്യിക്കുന്നു, ഗമകം എങ്ങനെ പ്രയോഗിക്കുന്നു എന്നുള്ളത് കണ്ട് തന്നെ ശീലിക്കണം. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ ഒരിക്കലും വീഡിയോ ചെയ്യുന്നത് ഗുരുനാഥനില്ലാതെ ഒരു കൃതി പഠിക്കാൻ വേണ്ടിയിട്ടല്ല. അതൊരിക്കലും ആരും വിചാരിക്കരുത്. ചില പോസ്റ്റുകൾ വന്നിട്ടുണ്ട്, ഇപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് പഠിക്കാൻ സാധിക്കില്ല ഇങ്ങനെ വീഡിയോ കണ്ട്. തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, ഗുരുനാഥൻ്റെ അടുത്ത് പോയി തന്നെ പഠിക്കുക. ഇപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്കൊരു സപ്പോർട്ടിംഗ് ആയിട്ട് മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. അല്ലാതെ അത് തന്നെ വെച്ചിട്ട് പഠിക്കാൻ ശ്രമിച്ചാൽ നടക്കില്ല. നല്ലൊരു ഗുരുനാഥൻ്റെ അടുത്ത് തന്നെ നിങ്ങൾ ചേർന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് ഒരു സപ്പോർട്ടായിട്ട് നമ്മുടെ വീഡിയോ യൂസ് ചെയ്യാം. പഠിക്കുന്ന കുട്ടികൾക്കാണ് ആ ഒരു കൃതി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു സപ്പോർട്ടായിട്ട് ഉപയോഗിക്കാമെന്ന് മാത്രം. അല്ലാതെ ഒരിക്കലും ഓൺലൈനായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ നോക്കി ഒരിക്കലും കർണാട്ടിക് വയലിൻ പഠിക്കാൻ സാധിക്കില്ല. അത് ഞാൻ ഒന്ന് പറയുകയാണ്. കാരണം നമുക്ക് ഇടയ്ക്കൊരു പോസ്റ്റ് വന്നിരുന്നു, ഓൺലൈനായിട്ട് ഇങ്ങനെ പഠിച്ചാൽ എങ്ങനെ ശരിയാവും, ഒരിക്കലും ശരിയാവത്തില്ല. ഞാൻ ഓൺലൈനായിട്ട് പഠിപ്പിക്കുന്നതല്ല ഇത് നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട്, പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു സപ്പോർട്ടായിട്ട് ചെയ്യുന്നൊരു വീഡിയോസാണ്. അപ്പം എല്ലാവരും കഴിവതും നമ്മുടെ വീഡിയോസ് എല്ലാം കാണുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു.